നമ്മുടെ മാതാപിതാക്കൾക്ക് പേരക്കുട്ടികൾ ഉണ്ടായി കഴിയുമ്പോൾ മാതാപിതാക്കൾക്കല്ല പേരക്കുട്ടികൾ ഉണ്ടാകുന്നത്, അവരുടെ മക്കൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ മാതാപിതാക്കളുടെ പേരക്കുട്ടികളാണല്ലോ അവർ. അപ്പോൾ അവർക്ക് എത്രമാത്രം സന്തോഷമാണ് ഉണ്ടാകുന്നത് അറിയാം. അവർക്ക് വളരെയേറെ ആഹ്ലാദം ഉണ്ടാകും. കാരണം അവർ കൊച്ചിൻ്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന സന്തോഷത്തേക്കാൾ കൂടുതലായിരിക്കും ചിലപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിക്കും ഉണ്ടാകുന്ന സന്തോഷം. കാരണം അവർക്ക് ലാളിക്കാൻ പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് എല്ലാം കൊണ്ട് ഒരു നേരം പോക്ക് മാത്രമല്ല, കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നോക്കുക, അവരെ കൊഞ്ചിക്കുക, അവരെ ലാളിക്കുക, അവരോട് കഥകൾ പറയുക, അവരുടെ കൗതുകങ്ങൾ കാണുക, ഇതൊക്കെ എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കരമായിട്ടുള്ള ഈ ഗ്രാൻഡ് പേരൻസിന് ഭയങ്കരമായ സന്തോഷം നൽകുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ അത്രമാത്രം ആഗ്രഹിച്ചിരുന്ന ഇവിടെ ഞാൻ കോട്ടയത്ത് മാന്നാനത്തുള്ള ഒരു അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അമ്മയുടെ പേര് ചിന്നമ്മ എന്നാണ്. ചിന്നമ്മയ്ക്ക് അമ്മയ്ക്കുടെ ഭർത്താവിൻ്റെ പേര് വർക്കിച്ചായൻ എന്നാണ്. വർക്കിച്ചായൻ മരണപ്പെട്ടു പോയി, പ്രായമായിട്ട് മരിച്ചതാണ്. അപ്പോൾ ചിന്നമ്മ തന്നെയുള്ളൂ. അവർക്ക് 2 പെൺമക്കളുണ്ട്. പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചു. മകനുണ്ട്. മകൻ്റെ പേര് മാത്യു എന്നാണ്. ഒപ്പമാണ് അമ്മ താമസിക്കുന്നത്. അപ്പോൾ പ്രായമായ അമ്മയ്ക്ക് 10-70 വയസ്സായി. മാത്യുവിന് അല്പം വൈകിയാണ് മാത്യു വിവാഹം കഴിച്ച്. മാത്യുവിൻ്റെ ഭാര്യയുടെ പേര് റിൻസി എന്നാണ്. മാന്നാനത്തിനടുത്ത് തന്നെയാണ് റിൻസിയുടെ സ്വദേശം. അപ്പോൾ മാന്നാനത്തിനടുത്തെന്ന് പറഞ്ഞാൽ എക്സാലി പറയുകയാണെങ്കിൽ അതിരമ്പുഴയാണ്. അപ്പോൾ അതിരമ്പുഴയാണ് റിൻസിയുടെ വീട്. റിൻസിക്ക് അവർക്കൊരു കുഞ്ഞുണ്ടായി. കുഞ്ഞിനെ മിന്നു മോളെന്നാണ് വിളിക്കുന്നത്. പെൺകുഞ്ഞാണ്, വളരെ ഓമനത്വമുള്ള ഒരു കുഞ്ഞൊരു മോളാണ്. ആ മിന്നുമോൾക്ക് അമ്മൂമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചാച്ചൻ്റെ അമ്മയാണ്, ചാച്ചമ്മയെന്നാണ് വിളിക്കുന്നത്. ചാച്ചമ്മേനെ വർത്തമാനമൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പറയുന്ന കുട്ടിയാണ് മിന്നുമോൾ. പക്ഷേ റിൻസി എന്ന് പറഞ്ഞ മാത്യുവിൻ്റെ ഭാര്യയ്ക്ക് ഈ മകള് ഈ എന്താ പറയുക, ഭർത്താവിൻ്റെ അമ്മയുമായിട്ട് ഇടപഴകുന്നതും അവരുമായി സംസാരിക്കുന്നതും അവരുടെ അടുത്തേക്ക് വരുന്നതും പോകുന്നതും ഒന്നും ആർക്കും ഇഷ്ടമില്ല. ഈ റിൻസിക്ക് ഇഷ്ടമില്ല. നമ്മൾ പലപ്പോഴും നമ്മളുടെ മാതാപിതാക്കളായിക്കോട്ടെ, ആരെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ തൊടുമ്പോൾ അവരെ തൊട്ട് കഴിയുമ്പോഴേക്കും നമ്മൾ അവരെ വീണ്ടും പോയി കുളിപ്പിക്കുക, അല്ലെ അവരെ വീണ്ടും തുടയ്ക്കുക, അവരെ വീണ്ടും വൃത്തിയായി സൂക്ഷിക്കുക. നീ എന്തിനാണ് ആവശ്യമില്ലാത്തടത്തൊക്കെ പോയി ഇരിക്കുന്നത്, അവർ നിന്നെ തൊട്ടില്ല, അങ്ങനെ തൊടുമ്പോഴേക്കും വഴക്ക് പറയുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും അതും സ്വന്തം ഭർത്താവിൻ്റെ അമ്മ ആ കുട്ടിയെ ഒന്ന് എടുത്തു, അല്ലെങ്കിൽ തൊട്ടു, അല്ലെങ്കിൽ ലാളിച്ചു, പരിലാളിച്ചു എന്ന് പറയുമ്പോൾ അതിന് പകരം അതിന് ദേഷ്യം തീർക്കുവാനായിട്ട് അല്ലെങ്കിൽ അറപ്പോടും വെറുപ്പോടും കൂടിയിട്ട് ഡെറ്റോൾ വെള്ളത്തിൽ ആ കുഞ്ഞിനെ കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ആ അമ്മയ്ക്ക് വേദന ഉണ്ടാകുമല്ലേ. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഇങ്ങനെ പ്രവൃത്തി ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ദൈവനിന്ദയും ദൈവശിക്ഷയും ഉണ്ടാകും. കാരണം മാതാപിതാക്കളെ ദൈവങ്ങളെപ്പോലെ കാണുന്ന അവർ ഈശ്വരൻ്റെ പ്രതിപുരുഷന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കണ്ടിട്ട്